ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളിലേക്ക് ഇവിടെ കമ്മ്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു നല്ല സമയമാണ് വരാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട്. ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ട്, മാറ്റങ്ങളുടേതായ സമയം വന്നിരിക്കുന്നു. ഇവിടെ റെയിൻബോ കണ്ടില്ലേ, വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്നത്, അടുത്ത് തന്നെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഈ ഒരു ഇന്ന് നിങ്ങൾ ഇതിന്റെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് വന്നു ഭവിക്കാനുള്ള സാധ്യതയാണ്. കൂടുതലായിട്ട് നിങ്ങൾക്കിത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി ഏത് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ മാറ്റം വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സ്നേഹത്തിന്റെ കാര്യത്തിലാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് സഫലത, കാരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിറഞ്ഞ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ ഈ സന്തോഷത്തിൻ്റെതായ സമയമാണ്. കമ്മ്യൂണിറ്റിയിൽ കണ്ടില്ലേ, ഇവിടെ മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെതായ കാര്യത്തിൽ ഒരു മാറ്റം വരുന്നു. നിങ്ങളോട് പിണങ്ങിയിരുന്നവർ നിങ്ങളിലേക്ക് വന്നു ചേർന്നു. പഴയതിനേക്കാൾ ഗാഠമായ ആ സ്നേഹം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് ഇവിടെ കാണാൻ കഴിയുന്നു. അടുത്തതായിട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ ചേഞ്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ചേഞ്ച് വരുന്നു. ഇവിടെ അത് തന്നെ മാറ്റം വരാൻ പോകുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരാൻ തുടങ്ങുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു ചേഞ്ച് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾ ഒത്തിരി വിഷമം അനുഭവിച്ചിട്ടുണ്ടാവാം അല്ലെ. അപ്പോൾ മാറ്റം വരാൻ വേണ്ടി ആരും കാത്തിരിക്കുകയല്ല വേണ്ടത്. മാറ്റത്തിലേക്ക് നിങ്ങൾ അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ് വേണ്ടത്. മനസ്സിലായി? ഒരു മാറ്റം വരുമെന്ന് പറഞ്ഞിട്ട് ആരും കാത്തിരിക്കരുത്. നിങ്ങൾ മാറ്റത്തിന് തയ്യാറാവുകയാണ് വേണ്ടത്. എനിക്കൊരു മാറ്റം വരുത്തണം എൻ്റെ ജീവിതത്തിൽ, എനിക്ക് നല്ലതുപോലെ പഴയതിനെ അപേക്ഷിച്ച് നല്ലപോലെ എൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ്. എന്ത് ചേഞ്ചാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ കൂടുതലായിട്ടും ചേഞ്ച് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എന്തോ ഒന്ന് ആഗ്രഹിച്ചു നോക്കിയിരിക്കുന്നുണ്ട്. ഒന്നുകിൽ ഒരു വ്യക്തിയാവാം, അല്ല എങ്കിൽ ഒരു സാഹചര്യത്തെ ആവാം. ഇത് വന്നില്ല എങ്കിൽ ഇവിടെ വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. എന്തായാലും ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഇവിടെ നല്ല ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ചേഞ്ച് വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ സാഹചര്യത്തിന് ഒരു മാറ്റം വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഒരുപാട് മാറ്റങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെതായ സമയമാണ്. പലർക്കും ഈ ഒരു മാസത്തിന്റെ പകുതിയൊക്കെ കഴിയുന്നതോടുകൂടി തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ സമയം മനസ്സിലായി. സമയദോഷം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരുപാട് പരാജയങ്ങളിൽ നിന്ന്, ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കരകയറാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഇവിടെ അത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായിട്ട് എന്താണ് വരാൻ പോകുന്നത് നോക്കാം. ഇന്നർ പീസ് ആണ്. 2 കാർഡ് വന്നിട്ടുണ്ട്. ഇന്നർ പീസ് വന്നിട്ടുണ്ട്. ആന്തരികമായ സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കണ്ടില്ലേ,
നിങ്ങൾക്ക് ആന്തരിക സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ആരെങ്കിലും കൊണ്ട് തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് പറയാൻ നോക്കാം. അപ്പോൾ ഈ സമാധാനം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കണം നമ്മളുടെ ജീവിതത്തിൽ. എനിക്കിങ്ങനെ ഇരുന്നാൽ പറ്റില്ല. മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അലസത ഒരുപാടാവുന്ന സമയത്ത്, വെറുതെ കിടന്നുറങ്ങാൻ തോന്നുന്ന സമയത്ത് ചിന്തിക്കേണ്ടതാണ്, പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരേണ്ടത്, സമാധാനം കൊണ്ടുവരേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരേണ്ടത് ഞാൻ തന്നെയാണ്. മറ്റാരും എനിക്കിത് കൊണ്ടുതരില്ല. മറ്റുള്ളവരൊക്കെ എൻ്റെ നാശം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. എൻ്റെ പരാജയത്തിൽ സന്തോഷിക്കാനിരിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെല്ലാം. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ തന്നെ പ്രവർത്തിച്ചേ മതിയാകൂ. അതുകൊണ്ട് എനിക്കിങ്ങനെ മടി പിടിച്ചിരിക്കേണ്ട സമയമില്ല. അതിനുള്ള സമയമല്ല ഇപ്പോൾ. അതിൻ്റെതായ ആവശ്യവും എനിക്കില്ല. ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ്, ഞാൻ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് എൻ്റെതായ ജീവിതത്തിലെ സക്സസ് കൊണ്ടുവരാൻ വേണ്ടി എന്നാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് തന്നെയാണ് നിങ്ങൾക്ക്. അപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് സമാധാനം വരുന്നത്. നിങ്ങൾ കൊണ്ടുവരികയാണ് വേണ്ടത്. മനസ്സിലായി? സമാധാനത്തെ നിങ്ങൾ കൊണ്ടുവരികയാണ് വേണ്ടത്. എന്ത് കാര്യത്തിലാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ സമാധാനം കൊണ്ടുവരുന്നത് കണ്ടില്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസമാധാനം കിട്ടുന്നത്? ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ, ആവശ്യമില്ലാത്ത ആൾക്കാരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒക്കെ നിങ്ങളിവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായി എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് മനസമാധാനം ലഭിക്കൂ. ചില വീടുകളിലൊക്കെയാണ് വെറുതെ കിടന്ന് അലസണ്ട, ബഹളം, വഴക്ക്, മറ്റുള്ളവർ പറയുന്നതല്ല നിങ്ങൾ കേൾക്കണം. അപ്പോൾ നിങ്ങൾ അവരെ അനുസരിച്ച് കഴിയേണ്ട അവസ്ഥ. അതുമല്ല റിലേഷൻഷിപ്പിൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കണം. എന്തിനു വേണ്ടി എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ മനസ്സിലായി? നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സമാധാനവും ലഭിക്കില്ല. സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്തതിനെല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക. സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടി പോകണം. മനസ്സിലായോ? ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇന്നർ പീസ് ലഭിക്കുന്നത് എന്നാണ് കാണുന്നത്. കണ്ടില്ലേ? ഈ ഒരു കാര്യത്തെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നത്. ഇത് വളരെ വലിയ ഒരു സംഭവമാണ്. ഇന്നർ പീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്നതല്ല. ഇത് കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഒരു ത്യാഗ മനോഭാവം നിങ്ങൾക്ക് വേണം. ആവശ്യമില്ലാത്തതിനെല്ലാം ഉപേക്ഷിക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ കഴിയൂ, ഇന്നർ പീസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ട്രൂത്താണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രപഞ്ചം എങ്ങനെയുണ്ടായി, എന്താണ് മരങ്ങൾ, എന്താണ് ഇവിടെ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്താണ്, യൂണിവേഴ്സ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ള കഴിവ്, എല്ലാത്തിൻ്റെയും ഒരു സത്യസന്ധമായ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് നിങ്ങളിലേക്ക്. നിങ്ങൾക്ക് കുറേശ്ശെ നിങ്ങൾ മാറിയിരിക്കുകയാണ്. മനസ്സിലായി? നിങ്ങളുടേതായ ആ സ്വഭാവത്തിന് ഒരുപാട് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്നു. പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവാനുള്ള ശ്രമം വന്നിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് പല കാര്യങ്ങൾ ഏത് കാര്യത്തിനാണെന്ന് നമുക്ക് നോക്കാം. ഹൈ പ്രിസ്റ്റസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ പ്രിസ്റ്റസിന്റെ എനർജി കൊണ്ടുവരുന്നത് എന്താണ്? ഇൻറ്റ്യൂഷൻ പവർ ആണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ നിങ്ങളിൽ വർദ്ധിപ്പിച്ചെടുക്കണം. ഇവിടെയാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നത്. കണ്ടില്ലേ? ഇവിടെയാണ് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരേണ്ടത്. ഈ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രപഞ്ച സത്യം അറിയാനുള്ള കഴിവുണ്ടാകുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, മൈൻഡ്, നിങ്ങളുടെ മനസ്സെന്താണ്, നിങ്ങളുടെ ബോഡി എന്താണ്, നിങ്ങളുടെ സ്പിരിറ്റ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കണം. സോള്, ഇതൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ അതിനായിട്ട് എന്താ വേണ്ടത്? ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലുകയാണ് വേണ്ടത്. മനസ്സിലായി? അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ കർമ്മ അനുഭവിച്ചു. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള അവേക്കണിങ് ഉണ്ടാകുന്നു. മനസ്സിലായി? അതിൽ നിന്നുമുള്ള എല്ലാ പാഠങ്ങളെല്ലാം പഠിച്ചിട്ടാണ് നിങ്ങൾ നല്ല ഒരു വ്യക്തിയായിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നത്. നല്ലൊരു വ്യക്തിയായി മാറാൻ സാധിക്കുന്ന നിങ്ങൾക്ക്
മനസ്സിലായോ? അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ, നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവും, അന്തർജ്ഞാനം ഉണ്ടാകുന്നു. മനസ്സിലായോ? അപ്പോൾ അന്തർജ്ഞാനം ഉണ്ടാകുന്നു, ഉൾവിളികൾ ഉണ്ടാകുന്നു, ഉൾക്കാഴ്ച ലഭിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കോൺഫിഡൻ്റ് ആവാൻ സാധിക്കുന്നു. കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ റിലീസാണ്, ആവശ്യമില്ലാത്തതിനെ വിട്ടുകളയുവാണ്, പോസിറ്റീവായ സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. ഇലകളൊക്കെ, മരങ്ങളൊക്കെ പഴയ ഇലകളെ പൊഴിച്ച് കളഞ്ഞിട്ട് എന്താണ്, നവജീവൻ വയ്ക്കും അല്ലേ? അതുപോലെ തന്നെ എന്താണ്, പാമ്പുകൾ പടം പൊഴിച്ചു കഴിഞ്ഞിട്ട് എന്താണ്, പുതിയ ജീവൻ വയ്ക്കും. കൂടുതൽ കൂടുതൽ ഉന്മേഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അതിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ സക്സസ്സിന് വേണ്ടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമാണ്. ആവശ്യമില്ലാത്തതിനെയൊക്കെയും കളയാം. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല നല്ല കഴിവുകളെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരിക. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് വരാൻ സാധിക്കണം. മനസ്സിലായോ? ഒന്നും മനസ്സിലാക്കാതെ ജീവിച്ചു പോവുകയല്ല വേണ്ടത്, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് പുതിയ ജീവൻ കൈക്കൊള്ളാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 4 ഓഫ് വാൻസിന്റെ എനർജിയാണ് ജീവിതത്തിൽ. അത്തരത്തിലുള്ള എനർജിയിലൂടെ വരുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ്, ഇവിടെ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. ഇതൊരു ദൈവാനുഗ്രഹമാണ്. കണ്ടില്ലേ, ഇവിടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി ലഭിക്കുന്ന എനർജിയാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല സ്റ്റേബിളായിട്ടുള്ള ജോലി, പെർമനന്റ് സാലറി, ഗവൺമെന്റ് ജോബ്, അതുപോലെ പുതിയ വീട്, പുതിയ വാഹനങ്ങൾ, പുതിയ പാർട്ട്ണർ, അതുമല്ല എങ്കിൽ പിരിഞ്ഞുപോയിട്ടുള്ള പാർട്ട്ണർ തിരികെ വരിക, അതുമല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ആഗ്രഹിച്ചിരുന്നത് പോലെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പഴയതിനേക്കാൾ ജീവിതം നല്ലതുപോലെ ഫ്രഷായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. വളരെയധികം പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു കാർഡ് എടുക്കുക. ഇവിടെ കണ്ടില്ലേ, ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ 3 ഓഫ് സോഡിന്റെ എനർജി ബോട്ടം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണ്, ഓർത്തോർത്ത് വിഷമിക്കുന്നുണ്ട്, പഴയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച്. അതല്ല, ഇനി ഇപ്പോഴും ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുമോ, നിങ്ങൾക്കൊരു പുതിയ തുടക്കം വന്നിട്ടുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നു എന്നാണ്. ശരിയാണ്, പലർക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല ഒരു പ്രോഗ്രസ് വരുമെന്നാണ് ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് എടുത്തിരിക്കുന്ന പല കാർഡുകളും, ഇവിടെ എടുത്തിരിക്കുന്ന ഈ കാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള വകയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു. നിങ്ങളുടെ വരുമാന മാർഗമൊക്കെ ഇരട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ പുതിയ മാർഗങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, പുതിയ മാർഗങ്ങൾ വരുന്നു, പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് തുറക്കുന്നു, പുതിയ പുതിയ ചില വഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പുതിയ ജോലി ലഭിക്കുക, പുതിയ ശമ്പളം ലഭിക്കുക, പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക്, സാമ്പത്തികത്തിൻ്റെതായ പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനും അവിടെ സക്സസ് നേടാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അപ്പോൾ പലരും ലൈക്ക് ചെയ്യാൻ മറന്നു പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉപേക്ഷ വിചാരിക്കരുത്, മടി വിചാരിക്കരുത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.